കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കം മുതൽ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചുള്ള വിശകലനങ്ങളിൽ, മുസ്ലിം രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള വിശകലനങ്ങളിൽ ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള പ്രവണതകളും, തെറ്റായ പ്രവണതകളും ഉണ്ടായിട്ടുണ്ട്. വർഗീയത ആപത്കരമാണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ ഇന്ത്യയിൽ ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസം തന്നെയാണ്. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര വർഗീയതയുണ്ടെങ്കിൽ പോലും ഈ രാജ്യത്ത്, ഈ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനോ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാനോ സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ രണ്ടിനെയും സാത്മീകരിച്ചുകൊണ്ട്, ഇതിനെവരെയും തുല്യപ്പെടുത്തിക്കൊണ്ട് നടത്തിയിരിക്കുന്ന വിശകലനങ്ങൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ നിലപാടുകളുടെ പിണിയാളായി, അതിനെ അംഗീകരിക്കുന്ന ഒരു വിഭാഗമായിട്ട് പലപ്പോഴും മാറ്റിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നും IS-ലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു എന്ന മട്ടിൽ CPM നേതാവ് P. ജയരാജൻ ഈയിടെ നടത്തിയ പരാമർശം വലിയ ചർച്ചകൾ ഉയർത്തിവിടുകയുണ്ടായി. അതൊരു പഴയ വാർത്തയാണ് യഥാർത്ഥത്തിൽ. IS-ൻ്റെ വളർച്ചയുടെ കാലത്ത് സിറിയയിൽ അതുപോലെയുള്ള മറ്റു പ്രദേശങ്ങളിൽ IS ഒരു വലിയ ശക്തിയായിട്ട് വന്ന കാലത്ത് ഉണ്ടായ ചില സംഭവങ്ങൾ, അതിനെതിരായിട്ട് കേരളത്തിൽ അന്ന് തന്നെ ശക്തമായിട്ടുള്ള പ്രതിരോധം ഉയർന്നു വന്നതാണ്. അത്തരം പ്രവണതകളെ അതിശക്തമായിട്ട് സമൂഹം തള്ളിക്കളഞ്ഞതാണ്. അപ്പം അങ്ങനെയൊരു അന്തരീക്ഷത്തിൽ അത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതായിട്ട് അദ്ദേഹം നടത്തിയ പരാമർശം വലിയ പ്രതിഷേധമുയർത്തി, വലിയ ചർച്ചകളുയർത്തി. തുടർന്ന് തൻ്റെ നിലപാടുകൾ കുറേയൊക്കെ മയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടുവന്നു. അതിന് മറ്റു ചില വേദികളിലും അദ്ദേഹം തൻ്റെ നിലപാടുകൾ മയപ്പെടുത്താനൊരു ശ്രമം നടത്തി. പക്ഷേ ജയരാജൻ്റെ പ്രസ്താവന യഥാർത്ഥത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ചില വളരെ ഗുരുതരമായ വിഷയങ്ങളുണ്ട്. അതിലൊന്ന്, മുസ്ലിം സമൂഹത്തെക്കുറിച്ച്, മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, അതിൻ്റെ നേതൃത്വത്തിലും മറ്റു തട്ടുകളിലും പ്രവർത്തിക്കുന്ന ആളുകൾക്കിടയിൽ ഇന്നുമുള്ള വലിയ ആശങ്കകൾ അത് പങ്കുവയ്ക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു വിഭാഗമാണ്. അവർ പലതരത്തിലുള്ള ദേശാന്തര താല്പര്യങ്ങളും ദേശാന്തര ബന്ധങ്ങളും നിലനിർത്തുന്നുണ്ട്. അവർക്ക് തങ്ങളുടെ ജന്മഭൂമിയോടല്ല യഥാർത്ഥത്തിലുള്ള കൂറ്, മറിച്ച് ഒരു സർവ്വദേശീയ ഇസ്ലാമിക സമൂഹത്തോടാണ് എന്ന മട്ടിലുള്ള ചില ചിന്തകൾ സാമ്രാജ്യത്വത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ ചിന്തകന്മാർ പലപ്പോഴും കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഒരു ആഗോള ഇസ്ലാം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് ആ നിലയിലാണ് വളർത്തിയെടുത്തുള്ളത്. പാൻ ഇസ്ലാമിസം എന്ന് പറയുന്നത് ഇമ്പീരിയലിസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ അജണ്ടകളിൽ ഒന്നായിട്ട് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഇമ്പീരിയലിസ്റ്റ് ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ, നമ്മുടെ സമൂഹത്തിൽ പ്രസരിക്കുമ്പോൾ അതിനെതിരായിട്ട് ജാഗ്രത പുലർത്തണമെന്ന് ചിന്താശേഷിയുള്ള ആളുകൾ മുഴുവനും പറയാറുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ പലപ്പോഴും ആ തരത്തിലുള്ള ഒരു ജാഗ്രതയോടുകൂടിയുള്ള സമീപനമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലീഡർഷിപ്പിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരിൽ നിന്നും പലപ്പോഴും കേൾക്കാറുള്ളത്. അത് ഒരു വലിയ പരിധിവരെ പുതിയൊരു സംഗതിയല്ല താനും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കം മുതൽ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചുള്ള വിശകലനങ്ങളിൽ, മുസ്ലിം രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള വിശകലനങ്ങളിൽ ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള പ്രവണതകളും, തെറ്റായ പ്രവണതകളും ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. ആഗോള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടായ കാലം മുതൽ തന്നെ ഈ തരം ചർച്ചകൾ ന്യൂനപക്ഷ വിഭാഗങ്ങളോട്, മൈനോറിറ്റി വിഭാഗങ്ങളോട് എന്ത് നിലപാടെടുക്കണമെന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്ന സമയത്ത് 1920-കളിൽ തന്നെ സ്റ്റാലിൻ പറഞ്ഞൊരു കാര്യം, താർത്താരികളെ എങ്ങനെ വിശ്വസിക്കാൻ കൊള്ളും എന്ന് അദ്ദേഹം ചോദിച്ചു. അവരെ മൊല്ലാക്കന്മാർ ഭരിക്കുന്നൊരു സമൂഹം നിലയിൽ അവർക്ക് വിട്ടുപോകാനുള്ള അവസരം നൽകിയാൽ അവർ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾക്കൊന്നും നമ്മൾ പിന്നെ വിട്ടുപോകാനുള്ള, സ്വയം തീരുമാനമെടുക്കാനുള്ള അവകാശം നൽകരുത് എന്ന ഒരു നിലപാട് സ്റ്റാലിൻ പോലും എടുത്തിരുന്നു. പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ചൈന പോലുള്ള രാജ്യങ്ങൾ മുസ്ലിം സമൂഹത്തിനോട് എടുക്കുന്ന നിലപാട് ഇതേ തരത്തിൽ തന്നെയുള്ളതാണെന്ന് നമുക്ക് വൈഗൂർ മുസ്ലിങ്ങളുടെ അനുഭവത്തിൽ നിന്നറിയാം. വൈഗൂറിലെ മുസ്ലിം സമൂഹത്തെ ചൈനീസ് ദേശീയതയുടെ ഭാഗമാക്കി മാറ്റാൻ അവരുടെ എല്ലാ സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യങ്ങളെയും സാംസ്കാരികമായ ചിഹ്നങ്ങളെയും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനാണ് ചൈനീസ് ഭരണകൂടവും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശ്രമിക്കുന്നത്. സാധാരണ നിലയിൽ തങ്ങളുടെ സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യങ്ങളെ നിലനിർത്തിക്കൊണ്ട്, തങ്ങളുടെ സാംസ്കാരികമായിട്ടുള്ള ചിഹ്നങ്ങളെ നിലനിർത്തിക്കൊണ്ട്, വിശ്വാസ ആചാരങ്ങളെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള അവകാശം
എല്ലാ സമൂഹങ്ങളും ഉണ്ടാവേണ്ടതാണ്. അത് ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ സോഷ്യലിസത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും സംസാരിക്കുന്ന സമയത്ത് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്ന പല സ്ഥലത്തും അത്തരത്തിലുള്ള ഒരു അവകാശവും കൊടുത്തിട്ടില്ല. അപ്പോൾ ആ നിലയിലുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ സങ്കീർണമായിട്ടുള്ള ബന്ധങ്ങളാണ്. ധാരാളം പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല മുസ്ലിം സമൂഹത്തിന് ഏറ്റവും ശക്തമായിട്ടുള്ള പിന്തുണ നൽകിയതും ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന സമയത്താണ് അവർക്ക് സംവരണ അവകാശങ്ങൾ നൽകിയിട്ടുള്ളത്, മന്ത്രിസഭയിൽ സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുള്ളത്, PSCയിൽ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുള്ളത്, ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ടുവന്ന് അങ്ങനെ തരത്തിലെ നിരവധി ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് ആ സമൂഹത്തെ നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള വളരെ ശക്തമായിട്ടുള്ള വളരെ ഫലപ്രദമായ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോഴും ഈ വിഭാഗവുമായിട്ടുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് ഉള്ള സമീപനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത നിലപാട് പലപ്പോഴും ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ ചിന്തകളുടെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. ഭൂരിപക്ഷ സമൂഹം ന്യൂനപക്ഷങ്ങളോട് എടുക്കുന്ന സമീപനം ഒരു സംശയത്തിൻ്റെ സമീപനമാണ് എല്ലാ കാലത്തുള്ളത്. അത് ഇന്ത്യയിലാകട്ടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ചിന്തയുടെ ഭാഗമായിട്ട് വരുന്നത്. ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയം ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളുടെ കൂട്ടത്തിൽ, തങ്ങളുടെ ഏറ്റവും വലിയ എതിരാളികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ന്യൂനപക്ഷ മത സമുദായങ്ങളിൽപ്പെട്ട ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടക്കമുള്ള ആളുകൾ. അതേപോലെ തന്നെ വൈദേശികമായ ചിന്താപദ്ധതി എന്ന നിലയിൽ അവർ കമ്മ്യൂണിസ്റ്റുകാരെയും തങ്ങളുടെ എതിർ ദിശയിലാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ ചിന്തകൾ, സാമുദായിക ചിന്തകൾ ഒരു വലിയ പരിധിവരെ ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനകത്ത് പോലും പ്രസരിച്ചിട്ടുണ്ട്, ആഴത്തിൽ അവർ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാവുന്ന തരത്തിലുള്ള നിലപാടുകളാണ് ഏതാണ്ട് 80കൾ മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തു വന്നിട്ടുള്ളത്. ആ കാലത്ത് മുതലാണ് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും തുല്യ നിലയിൽ ഭീകരമാണ്, അത് ആപത്കരമാണ്. വർഗീയത ആപത്കരമാണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ ഇന്ത്യയിൽ ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസം തന്നെയാണ്. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര വർഗീയതയുണ്ടെങ്കിൽ പോലും ഈ രാജ്യത്ത് ഈ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനോ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാനോ സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ രണ്ടിനെയും സാത്മീകരിച്ചുകൊണ്ട് ഇതിനെവരെയും തുല്യപ്പെടുത്തിക്കൊണ്ട് നടത്തിയിരിക്കുന്ന വിശകലനങ്ങൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ നിലപാടുകളുടെ പിണിയാളായി അതിനെ അംഗീകരിക്കുന്ന ഒരു വിഭാഗമായിട്ട് പലപ്പോഴും മാറ്റിയിട്ടുണ്ട്. ഇത് രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തിന് പറ്റിയ വലിയൊരു പെശകായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയവും ഹിന്ദുത്വ വർഗീയതയുമാണ് എന്ന് അംഗീകരിക്കാതെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഫലപ്രദമായ ഒരു ഇടപെടലും സാധ്യമല്ല. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം വല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയ സമയത്ത് അതിൻ്റെ ബെനിഫിഷ്യറീസായിട്ട് BJP വന്നത്. കോൺഗ്രസുമായിട്ടുള്ള കോൺഗ്രസ് വിരോധം തങ്ങളുടെ എല്ലാ രാഷ്ട്രീയ നിലപാടുകളെയും അട്ടിമറിക്കുന്ന രൂപത്തിൽ 2009 അവർ സർക്കാരിന് പിന്തുണ പിൻവലിച്ച സമയത്ത് അതിൻ്റെ ബെനിഫിഷ്യറീസായിട്ട് 2014 വന്നത് നരേന്ദ്രമോദി സർക്കാരാണ് എന്നുള്ളൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ നിലയിലൊക്കെ തന്നെ നോക്കിയാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ജയരാജൻ നടത്തിയ പരാമർശങ്ങൾ ഒരു ദീർഘകാല രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ കൂടി ഭാഗമാണ്. ദീർഘകാലമായിട്ട് അവർ പുലർത്തി വരുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ കൂടി ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ഇത് തീർച്ചയായും അത്തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ തുടർച്ചയായിട്ട് പ്രകടിപ്പിക്കുന്നതിന് ധാരാളം തെളിവുണ്ട്. നേതൃത്വ തലത്തിൽ മാത്രമല്ല, പ്രാദേശിക പ്രവർത്തകർക്കിടയിൽ പോലും ആ തരത്തിലുള്ള ധാരണകൾ, ആ തരത്തിലെ ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങൾ ആഴത്തിൽ പോയിട്ടുണ്ട് എന്നതിന് മറ്റൊരു തെളിവാണ് TP ചന്ദ്രശേഖരൻ വധത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിനെ വധിക്കാനായി പോയ സംഘം മാഷാ അള്ളാ സ്റ്റിക്കറും ഒട്ടിച്ച് പോയത്. മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ച് പോകുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം നമുക്കറിയാം. അത് ഒരു ഇസ്ലാമിക തീവ്രവാദി സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നൊരു ധാരണയുണ്ടാക്കാൻ. കാരണം വെച്ചാൽ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന മട്ടില്ല. ആ ഒരു സമീപനം എവിടെ ഒരു കലാപം ഉണ്ടായാലും എവിടെ ഒരു കുഴപ്പമുണ്ടായാലും അതിൻ്റെ പിന്നിൽ ഒരു ഇസ്ലാമിക ഭീകരവാദി ഉണ്ടാകും എന്ന ഒരു തരത്തിലുള്ള ഒരു ആശയപ്രചാരണം യഥാർത്ഥത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ വന്നു കഴിച്ചിട്ടുണ്ട്. ആ തരത്തിലൊരു ധാരണ നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ബെനിഫിഷ്യറീസായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് ആരാണ്? അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? അത് ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. ന്യൂനപക്ഷങ്ങളെ, പിന്നോക്ക വിഭാഗങ്ങളെ അപരവൽക്കരിച്ചുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ പ്രവർത്തനം അത് ഏറ്റവും താഴെയുള്ള ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിൽ പോലും എത്തി എന്നുള്ള തെളിവായിരുന്നു മാഷാ അള്ളാ സ്റ്റിക്കർ. അപ്പോൾ ആ നിലയിൽ നമ്മൾ നോക്കിയാൽ
അത്തരം പാരമ്പര്യങ്ങളിൽ നിന്ന് വിടാൻ, അത്തരം പാരമ്പര്യങ്ങളെ റിജക്റ്റ് ചെയ്യാൻ, അത്തരം പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് സമീപകാലത്തുണ്ടായ കാഫിർ ഈ വിവാദം. വിവാദം കാഫിർ ആയിട്ടുള്ള ഒരുത്തനെ വോട്ട് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രചാരവേല വടകരയിൽ നടത്തി. അന്വേഷിച്ച് പോയപ്പോഴാരാണ് ആദ്യം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു. മുസ്ലിം ലീഗുകാരൻ പോയി പറഞ്ഞു, ഞാൻ എൻ്റെ ഫോൺ ഇതാ കൊണ്ട് കൊടുത്തോ. പോലീസിന് നോക്കുമ്പോൾ അതിനകത്തൊന്നുമില്ല, ഒരു തരത്തിലുള്ള കാഫിർ പ്രയോഗവും അദ്ദേഹം നടത്തിയിട്ടില്ല. മാത്രമല്ല, കേരള രാഷ്ട്രീയവും കേരള സമൂഹ ചരിത്രവും അറിയുന്ന ആളുകൾക്കാണ് ഒരു അരനൂറ്റാണ്ടെങ്കിലുമായിട്ട് ഇത്തരം വാക്കുകളൊന്നും മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രയോഗിക്കാറില്ല. അതൊക്കെ പഴയ കാലത്തുണ്ടായിരുന്ന വാക്കുകളാണ്. ആ പഴയ കാലം മാറിക്കഴിഞ്ഞു. ആ തരത്തിലുള്ള പുതിയ ചിന്തകൾ, പുതിയ സമീപനങ്ങൾ അവർക്കിടയിൽ വ്യാപകമായി വന്നിട്ടുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കാതെ ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായിട്ട് ഇറങ്ങി തിരിച്ച് അവസാനം അന്വേഷണം വന്നപ്പോൾ എത്തിയിരിക്കുന്നത് സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെയായിപ്പോയി. അപ്പോൾ അതിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ഈ മുസ്ലിം വിരോധത്തിൻ്റെ രാഷ്ട്രീയം, ഈ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചുള്ള വളരെ ആഴത്തിലുള്ള തെറ്റിദ്ധാരണകൾ, അത് വളരെ വ്യാപകമായ മട്ടിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് നമ്മൾ ഈ കാണുകയൊക്കെ തന്നെ. അതുകൊണ്ടാണ് പലപ്പോഴും ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള സമീപനം രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ട് അവർ നടപ്പാക്കാറില്ല. കോടിയേരി പോലെ ആളുകൾ പോലും അത് ചെയ്തിട്ടുണ്ട്. ഇപ്പം കുഞ്ഞാലിക്കുട്ടിയും പിന്നെ അതുപോലെയുള്ള ആളുകൾ, പിന്നെ അമീറും പിന്നെ കുഞ്ഞുഞ്ഞും ചേർന്നുകൊണ്ട് പിന്നെ ഒരു കേരളം ഭരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തിനകത്തുള്ള ഒരു ആ ഭീതിയെ അഡ്രസ്സ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. ആ ഭീതിയെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആത്യന്തികമായ നേട്ടം കിട്ടുന്നത്, അടിസ്ഥാനപരമായി ഇതിന് നേട്ടം കിട്ടുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആശയങ്ങൾക്കാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അടിത്തറയിടുന്നത് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചുള്ള വളരെ തെറ്റായതും വളരെ മുൻവിധിയോടുകൂടിയതുമായ സമീപനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അക്കാര്യത്തിൽ ജയരാജനെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു നേതാവായിട്ടുള്ള ജയരാജന് പോലും തെറ്റുപറ്റിയെങ്കിൽ പാർട്ടിയിലെ താഴേക്കിടയിലുള്ള കൊടിസുനിമാർക്കും അതുപോലുള്ള ആളുകൾക്കും തെറ്റുപറ്റാതിരിക്കുന്നത് എങ്ങനെ എന്ന് മാത്രമാണ് നമുക്ക് ചോദിക്കാൻ കഴിയുക. അത് അത്തരം കാര്യങ്ങൾ സ്വയം വിമർശനപരമായിട്ട് വിലയിരുത്തിക്കൊണ്ട് തിരുത്താൻ ഇനിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാവണം. അല്ലെങ്കിൽ ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റുകാർക്ക് ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനോ അവരുടെ വിശ്വാസത്തിൽ കൊണ്ടുവരാനോ സാധിക്കുകയില്ല എന്നതാണ് സത്യം.